വളരെ സന്തോഷത്തോടെ കണ്ണുകളിൽ വല്ലാത്ത തിളക്കത്തോടെ തന്നോട് സംസാരിക്കുന്ന ചെറിയമ്മയുടെ കണ്ണുകളിലെ തിളക്കം അത് പണത്തിനോടുള്ള അത്യാർത്തിയാണെന്ന് ചിത്രയ്ക്ക് മനസ്സിലായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി, ഹൃദയത്തിൽ ഒരു കല്ലെടുത്ത് വെച്ച വേദന. വിചാരിച്ചതുപോലെ തന്നെ അവർ വിറ്റിരിക്കുന്നു, അതും 50 ലക്ഷം രൂപയ്ക്ക്. അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി താഴേക്ക് പതിച്ചു. അത് അവളുടെ ഹൃദയം അടർന്ന് താഴേക്ക് പതിച്ച രക്തത്തുള്ളിയാണെന്ന് തോന്നി അവൾക്ക്. അത്രത്തോളം വേദന, ഹൃദയം പൊടിയുന്നത് പോലെ. എന്നാൽ അവളുടെ കണ്ണുനീർ കണ്ടത് മുഖത്തൊരു പുഞ്ചിരി വിരിച്ചുകൊണ്ട് ചെറിയമ്മ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. മോളെന്തിനാ വിഷമിക്കുന്നത്? മോള് ഭർത്താവിൻ്റെ വീട്ടിൽ സ്ഥിര താമസത്തിനൊന്നും അല്ലല്ലോ പോകുന്നത്. വെറും 1 വർഷത്തെ കാര്യം. പക്ഷേ നമ്മുടെ കയ്യിൽ വന്ന് പതിക്കുന്നത് 50 ലക്ഷമല്ലേ? അത് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വന്നത് കിഷോർ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത 2000-ൻ്റെ കെട്ടുകളായിരുന്നു. ആ ഓർമ്മയിൽ അവരുടെ കണ്ണുകൾ മഞ്ഞളിച്ചു. പിന്നെ മോളെ, നാളെ അവർ വിവാഹത്തിന് വേണ്ട ഡ്രസ്സും ഓർണമെൻറ്റ്സും എത്തിക്കും. മറ്റന്നാൾ കാലത്ത് രജിസ്റ്റർ ഓഫീസിലെത്തണം. കാർ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. ചെറിയമ്മ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് ചിത്രയുടെ മറുപടി വന്നിരുന്നു. എന്താ നീ പറഞ്ഞത്? താൻ കേട്ടത് തന്നെയാണോ അവൾ പറഞ്ഞത് എന്നറിയാൻ വേണ്ടി ചെറിയമ്മ ചിത്രയോട് വീണ്ടും ചോദിച്ചു. ചെറിയമ്മ പറഞ്ഞ വിവാഹ കച്ചവടത്തിന് എനിക്ക് സമ്മതമല്ലെന്ന്. ചെറിയമ്മയുടെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ അത്രയും പറയുമ്പോൾ ലക്ഷങ്ങൾക്ക് വേണ്ടി തന്നെ വിൽക്കാൻ ശ്രമിക്കുന്ന ചെറിയമ്മയോടുള്ള സകല ദേഷ്യവും അവളുടെ വാക്കുകളിൽ നിറഞ്ഞിരുന്നു. എന്നാൽ ഈ സമയമെല്ലാം താൻ പ്രതീക്ഷിച്ചു വെച്ച് വിപരീത മറുപടി തന്ന ചിത്രയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി രമയ്ക്ക്. എന്നാൽ ഇപ്പോൾ അവളോട് ദേഷ്യപ്പെടുന്നത് കൊണ്ട് സംസാരിച്ച് തനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നറിയാവുന്നത് കൊണ്ട് ചെറിയമ്മ തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവളോട് മയത്തിൽ സംസാരിക്കാൻ തീരുമാനിച്ചു. മോള് എടുത്തു ചാടി ഒരു തീരുമാനം പറയണ്ട, ശരിക്കും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. 50 ലക്ഷം രൂപ കയ്യിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണോ? മോൾ ആഗ്രഹിച്ചതുപോലെ മോൾക്ക് തുടർന്ന് പഠിക്കുകയും ജോലിക്ക് പോവുകയും എന്താന്ന് വെച്ചാൽ ചെയ്യാലോ. ഒന്നിനും ചെറിയമ്മ എതിരല്ല. മോളുടെ സന്തോഷമാണ് ചെറിയമ്മയ്ക്ക് വലുത്. തന്നെ നോക്കിക്കൊണ്ട് കപടവാത്സല്യത്തോടു കൂടി സംസാരിക്കുന്ന ചെറിയമ്മയെ കാണി ചിത്രയുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ദേഷ്യം നുരഞ്ഞു പൊന്തി. എന്നെ 50 ലക്ഷം രൂപ വില പറഞ്ഞു വിൽക്കാൻ ചെറിയമ്മയ്ക്ക് എങ്ങനെ തോന്നി? നിങ്ങളും 2 പെൺകുട്ടികളുടെ അമ്മയല്ലേ? എന്നിട്ടും പറഞ്ഞു നിർത്തുമ്പോൾ വിതുമ്പി പോയിരുന്നു ചിത്ര. അത്രത്തോളം അവരുടെ പ്രവൃത്തി അവളെ വേദനിപ്പിച്ചിരുന്നു. അച്ഛനോ അമ്മയോ ഇല്ലാത്ത അവൾക്ക് കുട്ടിക്കാലം മുതൽ ആ സ്ഥാനത്ത് അച്ഛനും ചെറിയമ്മയുമാണ്. ചെറിയമ്മയ്ക്ക് താൻ ഒരു ശത്രുവാണെങ്കിലും ചിത്രയ്ക്ക് ഇതുവരെ താൻ കാണാത്ത അറിയാത്ത അമ്മയുടെ മുഖമാണ് രമയ്ക്ക്. എന്നാൽ ഇന്ന് വല്ലാത്ത വേദന തോന്നി അവൾക്ക്. എന്നാൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു രമ. ഇന്ന് കിഷോർ വന്നത് മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയതാണ്. 50 ലക്ഷം തനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അത്രയും തുക. അതോർക്കെ രമയുടെ കണ്ണ് മിഴിഞ്ഞു. എന്നാൽ ചിത്രയുടെ പ്രതികരണം ഓർത്തതും അവരുടെ മുഖം മങ്ങി. എന്നാൽ കയ്യിൽ കിട്ടിയ മഹാലക്ഷ്മിയെ വേണ്ടെന്ന് വെക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. എങ്ങനെയും ചിത്രയുടെ ആ പണം തൻ്റെ കയ്യിൽ കിട്ടണമെന്നായിരുന്നു അവർക്ക്. നോക്ക് ചിത്ര, ഞാൻ നിന്നോട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ വിവാഹത്തിന് നീ സമ്മതിച്ച എന്തുകൊണ്ടും ഗുണം മാത്രമേ ഉള്ളൂ. ചെറിയമ്മ എന്ത് പറഞ്ഞാലും ഇതിന് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ കിട്ടുന്ന പണം എനിക്ക് വേണ്ട. അവരെ നോക്കി ദേഷ്യത്തോടെ ചിത്ര പറയുമ്പോൾ അവളെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു രമ. എന്നാൽ അപ്പോഴേക്കും ചെറിയമ്മയുടെ വലത്തെ കൈ അവളുടെ ഇടത്തേക്ക് അവളിൽ ശക്തിയിൽ വന്ന് പതിച്ചിരുന്നു. എന്നാൽ അവൾക്ക് ആ അടി രോമത്തിൽ പോലും ഏറ്റിരുന്നില്ല. ഇതുപോലെയുള്ള ഒരുപാട് അടി ഏറ്റുവാങ്ങിയത് കൊണ്ടാകാം അവൾക്കൊന്നും തോന്നിയില്ല. പോരാത്തതിനിപ്പോൾ ശരീരം മുഴുവൻ അവൾക്കൊരു തരം മരവിപ്പായിരുന്നു. എത്ര അടിച്ചിട്ടും ഒരു പ്രതികരണവുമില്ലാതിരിക്കുന്ന ചിത്രയെ കാണി അവരുടെ ദേഷ്യം കൂടി. ചുവരിൽ തൂക്കി വെച്ചിരിക്കുന്ന ഒരു ചൂരൽ വടിയെടുത്തുകൊണ്ട് പിന്നീട് അവരുടെ ഉപദ്രവം. ചെറിയമ്മ ദേഷ്യം കുറയാതെ വീണ്ടും അവളെ അടിച്ചുവെങ്കിലും അതെല്ലാം ചിത്ര ഏറ്റുവാങ്ങി. അവസാനം തൻ്റെ കയ്യിലുള്ള ചൂരലെടുത്ത് അവളെ അവർ പൊതിരെ തല്ലിച്ചതച്ചു. അവസാനം അടികൊണ്ട് ബോധമറിഞ്ഞ് അവൾ നിലത്തേക്ക് വീണതും പൊട്ടിയ ചൂരലവടി അവർ നിലത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ സൂര്യപ്രകാശം കണ്ണിൽ തട്ടിയപ്പോഴാണ് ചിത്ര കണ്ണു തുറക്കുന്നത്. തലേന്നത്തെ ചെറിയമ്മയുടെ അടിയുടെ അവശേഷിപ്പായി ശരീരത്തിൽ പല ഭാഗത്തും ചുവന്ന് നീരുവെച്ച് കിടപ്പുണ്ട്. പതിയെഴുന്നേറ്റ് അവൾ ബാത്റൂമിലേക്ക് പോയൊന്ന് ഫ്രഷായി പുറത്തേക്ക് വന്നപ്പോഴും വീടിനകത്ത് ആരെയും കാണാനില്ല. ചെറിയമ്മയും മഞ്ജുവും എവിടെയില്ലെന്ന് അവൾക്കുറപ്പായി. ഒന്നും കഴിക്കാനോ കുടിക്കാനോ തോന്നാത്തത് കൊണ്ട് മുറിയിലേക്ക് തന്നെ പോയി അവിടെ ഇരുന്നു. എത്ര നേരമായി ഇരുപ്പിരുന്ന് കരഞ്ഞു എന്ന് അവൾക്കറിയില്ല. മനസ്സ് നിറയെ സങ്കടമായിരുന്നു. ആർക്കും വേണ്ടാത്ത നശിച്ച ജന്മമായല്ലോ താനെന്നോർത്ത്. ചേർത്ത് പിടിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു.
പതിയെഴുന്നേറ്റ് പുറത്തേക്ക് പോയതും വാതിലിന് മുൻപിൽ നിൽക്കുന്ന അപരിചിതനായ ആളെ കണ്ട് അവളുടെ മുഖം സംശയത്താൽ ചുരുങ്ങി. ആരാ? വെളുത്ത ജുബയും അതേ നിറത്തിലുള്ള മുണ്ടും ധരിച്ച ആള്. കണ്ടാൽ ഒരു 60 വയസ്സ് തോന്നിക്കും. മുടിയെല്ലാം നരച്ചു. കണ്ടാൽ തന്നെ ഭയം തോന്നുന്ന രൂപം. പടി കടന്നു വന്ന ചിത്രയെ കണ്ടതും മുറുക്കാന്റെ കറ പിടിച്ച ചുവന്ന പല്ലുകൾ കാണിച്ച് അയാൾ ചിരിച്ചു. അയാളുടെ നോട്ടവും ഭാവവും കാണി ചിത്രയ്ക്ക് ചെറുതായി ഭയം തോന്നി തുടങ്ങി. ആരാ? അത് ചോദിക്കുമ്പോൾ അയാളെ എന്തെങ്കിലും പറഞ്ഞു വേഗം വിടണമെന്നായിരുന്നു അവളുടെ മനസ്സ് നിറകെ. അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിയതിനു ശേഷം അകത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു, രമയില്ലേ ഇവിടെ? അയാളുടെ പെരുമാറ്റം തീരെ ഇഷ്ടമായില്ല. അത് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ചിത്ര മറുപടിയും കൊടുത്തു. ചെറിയമ്മ ഇവിടെ ഇല്ല, പുറത്തു പോയതാ, ഇനി വൈകിട്ടേ വരൂ. അയാളെ വേഗം അവിടെ നിന്ന് പുറത്തു വിടാൻ വേണ്ടി തന്നെയാണ് ചിത്ര അങ്ങനെ പറഞ്ഞതും. എന്നാൽ അയാൾ അത് കാര്യമാക്കാതെ അകത്തേക്ക് കയറി. പെട്ടെന്നുള്ള അയാളുടെ പ്രവൃത്തിയിൽ ചിത്രയുടെ മുഖമൊന്ന് ചുളിഞ്ഞുവെങ്കിലും അത് കാര്യമാക്കാതെ അയാൾ അകത്തുള്ള സോഫയിലേക്ക് കയറിയിരുന്നു. സോഫയിലേക്ക് ചാഞ്ഞിരിക്കുന്ന അയാളെ കാണി അയാളുടെ മുഖത്ത് വല്ലാത്ത ഭയവും ആശങ്കയും നിറഞ്ഞു. നിങ്ങൾ ആരാ? എന്തേ കാണിക്കുന്നത്? ആരും വീട്ടിലില്ലാത്ത സമയത്ത് വന്ന് തോന്നിവാസം കാണിക്കുകയാണോ? ഇറങ്ങിപ്പോടൂ. അയാളെ നോക്കി ധൈര്യം സംഭരിച്ചുകൊണ്ട് ദേഷ്യത്തിൽ ചിത്ര പറഞ്ഞുവെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അയാൾ സോഫയിലിരുന്നു കൊണ്ട് അവളെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ കൊച്ചെ ശരിയാകുന്നത്? നിങ്ങളെ മരിച്ചുപോയ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്നേ കടം വാങ്ങിയ 25 ലക്ഷം രൂപ വാങ്ങാതെ ഞാനെങ്ങനെ പോകും? എന്താ പറഞ്ഞത്? കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ചിത്ര അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവളെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചുകൊണ്ട് അയാൾ സംസാരിച്ചു തുടങ്ങി. നിന്റെയൊക്കെ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടിപ്പോ 5 വർഷമായി. പിന്നെ രമ എനിക്ക് കൃത്യമായി പലിശ തരുന്നത് കൊണ്ടാണ് ഞാൻ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തത്. ഇപ്പം എനിക്കെൻ്റെ പണം വേണം, 25 ലക്ഷം. ഒരു നയാ പൈസ കുറയാതെ എനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ പാപ്പച്ചൻ്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. അവസാനത്തെ അയാളുടെ വാക്കുകളിൽ ഭീഷണി നിറഞ്ഞിരുന്നു. എന്നാൽ അയാൾ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു ചിത്ര. അച്ഛൻ 25 ലക്ഷം രൂപയുടെ കടം, അതും കഴിഞ്ഞ 5 വർഷമായി. ചെറിയമ്മ പലിശ അടച്ചു വരുന്നു. ഇതെല്ലാം ചിത്രയ്ക്ക് പുതിയ അറിവായിരുന്നു. ഇതുവരെ ഇങ്ങനൊരു ബാധ്യതയെക്കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. അവൾ ഓർത്തു. നിങ്ങൾ കള്ളം പറയുക. അച്ഛൻ അങ്ങനെ ഒരു ബാധ്യതയുമില്ല. ബാങ്കിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും വീടിൻ്റെ ആധാരം പണയം വെച്ചെടുത്തത്. അത് എല്ലാം അച്ഛൻ മരിക്കുന്നതിന് മുൻപ് അടച്ചു തീർത്തതാണ്. എന്തോ ഓർത്തെടുത്തുകൊണ്ട് ചിത്ര അത് പറഞ്ഞതും അവളെ നോക്കിക്കൊണ്ടൊരു പുച്ഛച്ചിരിയോടെ തൻ്റെ കയ്യിലുള്ള വീടിൻ്റെ ആധാരം അയാൾ അവൾക്ക് മുൻപിലേക്ക് നീട്ടി. ഒരു നിമിഷം പാപ്പച്ചൻ്റെ കയ്യിലുള്ള ആധാരത്തിലേക്ക് അവളുടെ കണ്ണുകൾ ഉടക്കിയതും വിശ്വസിക്കാൻ കഴിയാതെ അവ വിടർന്നു. നിന്റെ വീടിൻ്റെ ആധാരം ബാങ്കിലായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് 5 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അയാൾക്ക് 25 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ച ബാങ്കിൽ നിന്നും പണയത്തിലായിരുന്ന ആധാരം തിരിച്ചെടുത്ത് എനിക്ക് നൽകാമെന്ന് ഉറപ്പ് പറഞ്ഞ നിന്റെ അച്ഛനാണ്. അതുകൊണ്ടാണ് ഞാൻ അയാൾക്ക് 25 ലക്ഷം രൂപ കൊടുത്തത്. പകരം ഈ ആധാരം വാങ്ങി വെക്കുകയും ചെയ്തു. ഞാൻ ക്യാഷ് തിരിച്ച് ചോദിക്കുന്നത് വരെ പലിശ കൃത്യമായി അടച്ചോളാമെന്നും ഞാൻ പണം തിരിച്ചു ചോദിക്കുമ്പോൾ ഉടനെ അതെനിക്ക് തിരിച്ചു തന്നോളാമെന്നുള്ള നിബന്ധനയിലാണ് അയാൾക്ക് ഞാൻ പണം കൊടുത്തത്. അടുത്ത മാസം 25-ന് എൻ്റെ മകളുടെ വിവാഹമാണ്. അതുകൊണ്ട് അടുത്ത മാസം ഒരു 10-നുള്ളിൽ എനിക്ക് എൻ്റെ 25 ലക്ഷം രൂപ കിട്ടണം. ഇല്ലെങ്കിൽ അമ്മയും മക്കളും കൂടി തെരുവിൽ കിടക്കേണ്ടി വരും. പാപ്പച്ചന് പറയുന്നത്. അപ്പോൾ വേഗം മക്കൾ പണം കണ്ടെത്താനുള്ള വഴി നോക്കിക്കോ. അവസാനത്തെ വാക്കുകൾ ചിത്രയെ നോക്കിക്കൊണ്ടാണ് അയാൾ പറഞ്ഞത്. അപ്പോഴും അയാളുടെ വാക്കുകളിൽ സ്തംഭിച്ചു നിൽക്കുവാണ് ചിത്ര. എന്നാൽ അവളെ ഒന്ന് നോക്കി പുച്ഛത്തിലൊന്ന് ചിരിച്ചുകൊണ്ട് പാപ്പച്ചൻ വീടിൻ്റെ ആധാരവുമായി ആ വീടിൻ്റെ പടി കടന്നു പോയി. അപ്പോഴും അയാളുടെ വാക്കുകൾ നൽകിയ ആഘാതത്തിൽ നിൽക്കുവാണ് ചിത്ര. അയാൾ പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു മനസ്സ് നിറയെ. പാപ്പച്ചൻ പോയി കുറച്ചു കഴിഞ്ഞതും ചെറിയമ്മയും മക്കളും പടി കടന്നു വന്നു. അവരെ കണ്ടതും ചിത്ര വേഗം അവരുടെ അടുത്തേക്ക് പോയി. ചെറിയമ്മേ. ചിത്ര വിളിച്ചിട്ട് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോയ ചെറിയമ്മയുടെ പുറകെ ചിത്രയും പോയി. പാപ്പച്ചൻ വന്നിരുന്നു. അത് കേട്ടതും ചെറിയമ്മ അവിടെ തന്നെ നിന്നു. അയാളോ? അയാൾക്കുള്ള ഈ മാസത്തെ പലിശ കൊടുക്കാൻ സമയമാകുന്നതേ ഉള്ളല്ലോ. ചെറിയമ്മയുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെ പാപ്പച്ചൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ചിത്രയ്ക്ക് മനസ്സിലായി. അതല്ല, അടുത്ത മാസം 15-ന് മുൻപ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 25 ലക്ഷം തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ആധാരം അയാളുടെ കയ്യിലായതുകൊണ്ട് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അല്പമടിച്ച് ഭയത്തോടെയാണ് ചിത്ര അത്രയും പറഞ്ഞത്. എന്താ നീ പറഞ്ഞത്? കേട്ട വാർത്തയിൽ രമയൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട്
ഭഗവതി, ഞങ്ങൾ വഴിയാധാരമാകാൻ പോകുവാണല്ലോ എന്ന് പറയുന്നതിനോടൊപ്പം നെഞ്ചത്തടിച്ച് കരയുന്നതിനോടൊപ്പം നിലത്തേക്കിരുന്നു രമ. അപ്പോഴേക്കും അവരുടെ മക്കളും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. അമ്മ വിഷമിക്കേണ്ട, നമുക്കെന്തെങ്കിലും ചെയ്യാം. നിലത്തിരുന്ന് കരയുന്ന രമയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അഞ്ജു പറഞ്ഞതും അവളെ നോക്കിക്കൊണ്ട് വീണ്ടും കരയാൻ തുടങ്ങിയിരുന്നു രമ. നീ എന്താ മോളെ പറയുന്നത്? 1ഉം 2ഉമാണോ? 25 ലക്ഷം രൂപയാണ്. അതും അടുത്ത മാസം 10-ാം തീയതിക്കുള്ളിൽ. നമ്മളെപ്പോലുള്ള പാവങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന തുകയാണതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്താണ് നമ്മൾ ചെയ്യുക? അയാളുടെ പണം കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. നമ്മൾ നാളെ സ്ത്രീകൾ തെരുവിൽ ഇറങ്ങിക്കിടക്കാൻ കഴിയുമോ? ഒന്ന് സഹായിക്കാൻ പോലും ആരുമില്ലല്ലോ. രമയെ നോക്കിക്കൊണ്ട് മഞ്ജു കൂടി പറഞ്ഞതും അതുവരെ കരഞ്ഞു നിന്ന രമയുടെ മുഖത്ത് ദേഷ്യം പ്രതിഫലിച്ചു. വെറുപ്പോടെ അതിലുപരി നിറഞ്ഞ ദേഷ്യത്തോടെ അവർ ചിത്രയുടെ മുഖത്തേക്ക് നോക്കി. അവർ പറയുന്ന വാക്കുകളെല്ലാം കേട്ട് ഒന്നും മിണ്ടാൻ കഴിയാതെ തല താഴ്ത്തി നിൽക്കുവാണ് ചിത്ര. പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. നിങ്ങളുടെ അച്ഛൻ ഇവൾക്കും കൂടി വേണ്ടിയാണ് ഈ പണം കടം വാങ്ങിയത്. എൻ്റെ മക്കൾ സന്തോഷമായി ജീവിക്കേണ്ടതിൻ്റെ നല്ലൊരു പങ്ക് പറ്റിയാണ് ഈ നന്ദിയില്ലാത്തവൾ ഇത്രയും കാലം ജീവിച്ചത്. എന്നിട്ടിപ്പോൾ ഇവൾക്ക് വേണ്ടി തന്നെ തെരുവിലിറങ്ങേണ്ട ഗതികേടായി നമുക്ക്. എല്ലാത്തിനും കാരണം നിങ്ങളുടെ അച്ഛനെന്ന് പറയുന്നത് ദുഷ്ടനാ. അയാൾ മരിച്ചിട്ട് ഇന്നുവരെ ഈ കുടുംബം നടത്തിക്കൊണ്ട് പോകാനും കൃത്യമായി പാപ്പച്ചൻ്റെ പലിശ അടയ്ക്കാനും വേണ്ടി ഞാൻ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെട്ടത്. എന്നിട്ടും അതെങ്ങനെയാ? ഈ നശിച്ചവൾ ഈ വീട്ടിലേക്ക് കടന്നു വന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ കഷ്ടകാലം. ഇനി വീട് കൂടി നഷ്ടപ്പെട്ടാൽ വിവാഹപ്രായമായ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും എൻ്റെ ഭഗവതി? അല്ലെങ്കിലും ഇവളെ മാത്രം പറഞ്ഞിട്ട് എന്തിനാ? എല്ലാത്തിനും കാരണം ആ കാലനാ. ദേഷ്യമടക്കാനാകാതെ തൻ്റെ വായിൽ തോന്നിയതെല്ലാം ഓരോന്നായി വിളിച്ചു പറയുകയായിരുന്നു രമ. മതി ചെറിയമ്മേ, നിർത്ത്. ഇനി അച്ഛനൊന്നും പറയണ്ട. എനിക്ക് സമ്മത. എൻ്റെ സമ്മതം തകർത്തിട്ടാണെങ്കിലും നിങ്ങളൊക്കെ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ പോലും തുടയ്ക്കാൻ മെനക്കെടാതെ അവൾ മുറിയിലേക്ക് പോയി കഥകടച്ച് പൊട്ടിക്കരയുമ്പോൾ തങ്ങളുടെ പദ്ധതി വിജയിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു രമയും മക്കളും. ചിത്രമുറിക്കകത്ത് കയറി കഥക് കുറ്റിയിട്ടു എന്ന് ഉറപ്പായിട്ടും രമ തൻ്റെ ഫോണെടുത്ത് ഹാളിൽ നിന്നും പുറത്തേക്ക് പോയി. ഹലോ പാപ്പച്ച, എന്തായാലും നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ നന്നായി തന്നെ ചെയ്തു. ഓ അതിനെന്താ, പറഞ്ഞപടി 27,000 രൂപ നിങ്ങളുടെ കയ്യിലേക്ക് ഇരമ വെച്ച് തന്നിരിക്കും. ശരി, അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് 20,000 രൂപയുമായി വരാം. അപ്പോൾ എനിക്ക് ആധാരം തിരിച്ചു തന്നാൽ മതി. രമ ഫോൺ വെച്ച് അകത്തേക്ക് കയറിയതും അവരെ കാത്ത് മക്കൾ 2 പേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അമ്മയെ ഞാൻ സമ്മതിച്ചു. അപാര ബുദ്ധി തന്നെ. ഇത്ര എളുപ്പം അമ്മായി അവളെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു ചിരിയോടെ അഞ്ജു പറയുമ്പോൾ രമ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. നിങ്ങളറിയാത്ത പല വിദ്യയും ഈ അമ്മയുടെ കയ്യിലുണ്ട് മക്കളെ. എന്നാൽ ഈ സമയം മുഴുവൻ തൻ്റെ മുറിയിലെ ചുവരിലോട് ചാരി നിന്ന് കണ്ണീർ വാർക്കുകയായിരുന്നു ചിത്ര. കുറച്ചു മുൻപ് ചെറിയമ്മ പറഞ്ഞ വാക്കുകൾ മനസ്സിലൂടെ കടന്നു പോകവേ അവളുടെ ഉള്ളം നൊന്തു. മതി, ആർക്കും വേണ്ടാത്തൊരു ജന്മം. അങ്ങനെയുള്ള എൻ്റെ ജന്മം കൊണ്ട് ചെറിയമ്മയ്ക്കും മഞ്ജുവിനും മനസ്സമാധാനത്തോടുകൂടെ ഒരു ജീവിതം ഉണ്ടാവുമെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നായിരുന്നു അവളുടെ മനസ്സ് നിറയെ. അന്ന് മുഴുവൻ ചിത്രമുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. ആ മുറിയിൽ ഒരു ഇരിപ്പായിരുന്നു അവൾ. ഉച്ചയ്ക്ക് ചെറിയമ്മ തന്നെ അവൾക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നു. അവളെ കഴിക്കാൻ അവർ നിർബന്ധിച്ചു ഭക്ഷണം കഴിപ്പിച്ചു. ആ സമയത്ത് അവരുടെ സ്നേഹപ്രകടനം കണ്ടാൽ തലേന്ന് രാത്രി തന്നെ ചൂരൽ കൊണ്ട് അടിച്ചാവശ്യം നടത്തിച്ച ചെറിയമ്മയാണിതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത് മനസ്സിലോർത്തുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടെങ്കിലും ആർക്കോ വേണ്ടി എന്ന പോലെ ചിത്ര ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. അവൾക്ക് സ്വയം പുച്ഛം തോന്നി. പിന്നെ ആർക്കും മുഖം കൊടുക്കാതെ അവൾ മുറിയിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി. അവൾക്ക് നാളത്തെ വിവാഹത്തിനുള്ള വസ്ത്രങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ഒന്നിനും താല്പര്യമില്ലാതെ അവൾ മുറിയിൽ തന്നെ ഇരുന്നു. അവർ കൊടുത്തുവിട്ട ആഭരണത്തിൻ്റെയും വില കൂടിയ സാരിയുടെയും ഭംഗി പറഞ്ഞ് ആസ്വദിക്കുന്ന മഞ്ജുവും അവളെ നോക്കി അസൂയപ്പെട്ടു. അന്നത്തെ രാത്രി ചിത്രയ്ക്ക് മാത്രം ആ വീട്ടിൽ ഉറക്കമില്ലായിരുന്നു. എന്നാൽ ചെറിയമ്മയും മക്കളും കയ്യിൽ കിട്ടാൻ പോകുന്ന 50 ലക്ഷം എന്ന മായാലോകത്ത് തന്നെയാണ്. നാളത്തെ കാര്യങ്ങളെല്ലാം ജോയലിനെ വിളിച്ചേർപ്പാട് ചെയ്തിരുന്നു കിഷോർ. പോരാത്തതിന് എല്ലായിടത്തും അവൻ്റെ ഒരു മേൽനോട്ടവും ഉണ്ടായിരുന്നു. എങ്കിലും അവന് സമാധാനമില്ല. എല്ലാം അഭി തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്.